അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി വെക്കേറ്റ് ചെയ്യണം. ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചിട്ട് പുറകു ഭാഗത്താണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഫ്രണ്ടിലോട്ട് പോവാം. റിസപ്ഷൻ ഇവിടെയാണ്. അവരെല്ലാവരും പോയി കേട്ടോ. നമ്മൾ തങ്ങിയിരുന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ തങ്ങിയിരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാതിരിക്കുന്നില്ല. നോക്കട്ടെ, അവർ വന്നിട്ട് സംസാരിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ മിസ്സായതുകൊണ്ട് നമ്മളെന്തായാലും ബസ്സിൽ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നേരെ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡ്, അവിടെ നേരെ കോയമ്പത്തൂർ നമുക്കൊരു 11 മണിക്ക് ശേഷമാണ് ട്രെയിൻ. അപ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്ന് എന്തിനു ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകണം. ടീ കൊടുത്തു എന്തിനു ചെയ്യുന്നു? ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകണം, അവിടെ പോയി കഴിക്കുന്നത്. കോയമ്പത്തൂർ പോയി നോക്കിയാലോ? ഞാൻ പിള്ളേരടുത്ത് ചോദിച്ചു. കോയമ്പത്തൂർ പോകാനാണെങ്കിൽ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡ് പോകണം പറഞ്ഞു. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്. ചില്ലറുണ്ട്. ഓ, എന്നാ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡ് 150 ആണെന്ന്. കുഴപ്പമില്ല, അതൊക്കെ പറ്റൂ, കയറിക്കും. 2 കിലോമീറ്റർ. ഓ, അപ്പോൾ ഇവിടെ നിന്ന് മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡ്, അവിടെ നേരെ കോയമ്പത്തൂർ. ഓക്കെ, പോന്നിട്ട് നമ്മൾ ATM നിന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ടുണ്ട്. എന്നാൽ കയ്യിൽ ലിക്വിഡ് മണി ഇല്ലായിരുന്നു. അപ്പോൾ പൈസ എടുത്തു. ഇനി നമ്മൾ സ്റ്റാൻഡിലോട്ട് പോവുകയാണ് കേട്ടോ. സ്റ്റാൻഡിൽ നേരെ കോയമ്പത്തൂർ പിടിക്കണം. അവിടെ നിന്ന് 11 മണിക്കുള്ള ട്രെയിൻ പിടിക്കണം. ഓക്കെ, ഇതാണ് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ്. കോയമ്പത്തൂരല്ലേ, മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡ്. സോറി, മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് നമുക്ക് കോയമ്പത്തൂർ ബസ് കയറേണ്ടത്. ഓ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഗാന്ധിപുരം എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കോയമ്പത്തൂർ പിടിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോഴേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ബിരിയാണി കടയിൽ കയറി. ബിരിയാണി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് തന്തൂരി ബിരിയാണി കഴിക്കാൻ പോകുന്നത് കേട്ടോ. തന്തൂരി ബിരിയാണി എങ്ങനെയാണെന്ന് പറയുന്നത്, ഇവിടെ വന്നിട്ട് ഇതുവരെ ബിരിയാണി കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിക്കാം. അത് തന്തൂരി ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2 പേര് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്തൂരി ബിരിയാണി കഴിക്കാൻ പോകുന്നില്ലേ, എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കൂടെ സലാഡ്, സാൽസ ഇനി എന്തെന്ന് പറയും, സാധനമൊന്നുമല്ല, എന്തോ പറയും. അതും എല്ലാം സെറ്റായിട്ടുണ്ട്. സാധനം വന്നാൽ മതി. വെയിറ്റ് ചെയ്യുന്നു. നമുക്കുള്ള ബിരിയാണി വരുന്നുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ പീസിൻ്റെ ക്വാണ്ടിറ്റി നോക്കട്ടെ. നൈസ് അൺലിമിറ്റഡ് ആണ്. കഴിക്കട്ടെ. ഓ,
സൂപ്പർ സാധനമാണ് കേട്ടോ. റൈസ് അൺലിമിറ്റഡ് ആയിരുന്നു. 250 രൂപയാണ് ഒരു ബിരിയാണിക്ക്. കുഴപ്പമില്ല, നല്ല ബിരിയാണി. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്ന് പറഞ്ഞാൽ ഓട്ടോ പിടിക്കണം. ഓട്ടോ പിടിച്ച് നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിടണം. അതിനു മുമ്പ് നമ്മുടെ അജയ്ക്കൊരു വള വാങ്ങണം കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ വള വാങ്ങിയ സ്ഥലമാണിത്, കാന്തിപുരം. അപ്പോൾ ആ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ കറക്റ്റ് ഏത് സ്പോട്ടിലാണെന്ന് അറിയത്തില്ല. ഓ വണ്ടി വരെ പോവാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കട്ടെ. നിർഭാഗ്യവശാൽ ആ ഷോപ്പ് ഇന്ന് തുറന്നില്ല കേട്ടോ. ഷോപ്പല്ല, ചെറിയതാ ഇതുപോലത്തെ ചെറിയ കടകളാണ്. പക്ഷേ നമ്മൾ അന്ന് മേടിച്ച ആ പുള്ളി ഇന്ന് തുറന്നില്ല. ഇന്നെല്ലാം പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവനൊരു വള വാങ്ങാനായിരുന്നു കേട്ടോ, നമ്മുടെ ഈ ഇതുപോലത്തെ കടവള വാങ്ങാനായിരുന്നു. പക്ഷേ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഈ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ, കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട്. இந்த கேமரா மாதிரி இருக்கு. GoPro വ്ളോഗ് യൂട്യൂബ് വ്ളോഗ്. அப்படியே ரோட்ல எல்லாம் எடுத்து போறோம். എല്ലാം നമ്മൾ സുത്തി എല്ലാം എടുത്തിട്ട് പോവുക. 200 നിനക്ക് ഫോണിൽ പിടിച്ചോളാം. മതി നിന്റെ അങ്ങ് കറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ വീണ്ടും വന്നിട്ടേ കോയമ്പത്തൂർ. ബോച്ചെ ഫുഡ് എക്സ്പ്രസ്. ഗണേഷ് കുമാർ ഡി. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ടോയ് ട്രെയിനിൻ്റെ എഞ്ചിനാണ് കേട്ടോ. എൻ്റെ പൊന്നി, നല്ല ആള്, നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കൊണ്ട് എത്തണം. ഓക്കെ, കഴിഞ്ഞ തവണത്തെ സെയിം പരിപാടി തന്നെ കേട്ടോ. 3ാമത്തെ പ്ലാറ്റ്ഫോം, ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് വഴി. മെമു വന്ന് കാണുമെന്നാണ് തോന്നുന്നത്. പോയി നോക്കാം. ഇതാണ്, നല്ല രസമുണ്ടല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ, ആദ്യമായിട്ടല്ല, അന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ആദ്യത്തെ അനുഭവമാണ് അങ്ങനെ. ഓക്കെ, ഇതാവാനാണ് സാധ്യത. ഷൊർണൂർ മെമു 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഷൊർണൂർ മെമു. പക്ഷേ ബോർഡ് കോയമ്പത്തൂരാണ്, നല്ല കോയമ്പത്തൂർ. ഓക്കെ,
അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി എൻ്റെ വണ്ടി എടുക്കണം കേട്ടോ. വണ്ടി കുറേ നാളായി കൊണ്ടുവച്ചിട്ട് അതിൻ്റെ റിസീപ്റ്റൊക്കെ എൻ്റെ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വണ്ടി പോയി എടുക്കട്ടെ. ഏത് പരുവോ എന്തോ സ്റ്റാർട്ടാവുമെന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നോക്കട്ടെ. ഞാൻ 13-ാം തീയതി രാവിലെ 13-ാം തീയതി രാവിലെ അതെ വെച്ചിട്ട് പോയതാണേ. ബില്ല് വന്നിട്ട് എനിക്ക് വന്നിരിക്കുന്നതാണ് 740 രൂപയാണ്. 740 രൂപ. ഞാൻ ആദ്യം എൻ്റെ വണ്ടി കണ്ടുപിടിക്കട്ടെ. ഇരിക്കുന്ന എൻ്റെ വണ്ടി പൊടിയും കയറി ചന്ന പിന്നെ സ്റ്റാർട്ടാവുന്ന ഒരു പിടിയില്ല കേട്ടോ. എന്തെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ വീടെത്തി സുഹൃത്തുക്കളെ. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. നല്ലൊരു ഉറങ്ങണം. രാവിലെ പോകണം. സുലയെ കുഞ്ഞിനെ കൊണ്ടുവരണം. അതാണ് പരിപാടി. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.